എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും നമ്മുടെ എല്ലാം മനസ്സ് മടുപ്പിച്ചുകൊണ്ടിരുന്ന ചന്ദ്രകാന്തത്തിൻ്റെ കഥയ്ക്ക് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. മൊത്തത്തിൽ ഇനി ഇത്രയും നാളും കടന്നങ്ങ് അർമാദിച്ചുകൊണ്ടിരുന്ന പിങ്കിക്കും ചിറ്റിക്കും ഒക്കെ തിരിച്ചടികൾ ഉണ്ടാവുകയാണ്. ആദ്യമേ കാണിക്കുന്നത് നമ്മുടെ പവിത്രേനെ തന്നെയാണ്. പവിത്രയുടെ അച്ഛൻ വന്ന് അത്രയൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് അരുണിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം പവിത്ര വീട്ടോട്ട് വന്നതിന് ശേഷവും യാതൊരു കുറവും ഇല്ലാതെയാണ് പവിത്രേനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്തിനാണ് എന്നറിയണല്ലോ. അതിൻ്റെ പേരിൽ അരുൺ കുറേ ചോദ്യം ചെയ്യുന്നുണ്ട് പവിത്രേനെ. പവിത്രയ്ക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ പവിത്രേനെ അവരാരും ആ രീതിയിൽ പീഡിപ്പിച്ചിട്ടില്ല, സ്ത്രീധനത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പവിത്ര ആകെ വിഷമത്തിലാണ്. അതിൻ്റെ ബാക്കി മോഹിനിയും ലക്ഷ്മിയും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയായിരുന്നു ഈ കുടുംബത്തിലുള്ളവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു കേസ് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് പവിത്രയോട് ചോദിക്കുമ്പം പവിത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആകെ വിഷമത്തിലാണ് പവിത്ര. കാരണം അച്ഛൻ്റെ സൈഡ് നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇതിനു മുമ്പ് നടന്ന വിവാഹത്തിൻ്റെ കാര്യം എടുത്ത് പുറത്തിടുമല്ലോ. ആ ഒരു വിഷമത്തിൽ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് നിൽക്കുവാണ് പവിത്ര. പിന്നീട് ഇതിനിടയ്ക്കോടെ ഏറ്റവും വലിയ കുരുട്ടുബുദ്ധിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചിറ്റ പിങ്കിയോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പവിത്രയുടെ ഈ വിഷയം നമ്മളായിട്ട് അങ്ങ് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വില കിട്ടും ഈ തീവ്രത്തിൽ. അതിനുവേണ്ടി ഓരോ കുരുട്ടുബുദ്ധിയായിട്ട് അവരിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും സക്സസ് ആവുന്നില്ല. പിന്നീട് നമ്മുടെ പിങ്കി പുറത്തു പോകുന്നുണ്ട്. അത് നമ്മുടെ ഗൗതത്തിനെയും കൊണ്ടാണോ, ഇനി ഗൗതത്തെ ഭീഷണിപ്പെടുത്തി കൂടെ വന്നില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തലാണല്ലോ പിങ്കിയുടെ ഒരു രീതി. അതുകൊണ്ട് അങ്ങനെ വിളിച്ചിട്ട് കൂടെ ചെന്നതാണോ എന്നറിയില്ല. പിങ്കി അവിടെ വെച്ച് ഗീതുവിനെ കാണുവാണ്. അപ്പം ഗീതുവിനോട് ഭയങ്കരമായിട്ട് ചിരിച്ച് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ഇനി ഇവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്നോർത്ത് പിങ്കിക്ക് ഒന്ന് താന്നു കൊടുത്തേ പറ്റുള്ളൂ. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഗൗതം കാണുന്നുണ്ട്. അന്നേരം ഗൗതത്തിന് ചെറിയൊരു സംശയം. കാരണം ഗീതുവായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലല്ലോ പിങ്കിക്ക്. പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു സൗഹൃദം വന്നത് എന്താണ് എന്നൊരു സംശയം വരും. ഏതായാലും ഗൗതം രതീഷിനെ ചോദ്യം ചെയ്യുകയും അങ്ങനെ സത്യങ്ങൾ മൊത്തം പുറത്തേക്ക് വരികയും ചെയ്യുകയാണ്. ആകെ പിങ്കി പെട്ടുപോകുന്ന അവസ്ഥയാണ്. ഇതറിയുന്ന നന്ദ അങ്ങ് ഉറഞ്ഞു തുള്ളുക. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പിങ്കിയാണ് നന്ദയെ ചതിച്ചത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വെളിവാകുന്നു. അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആഗ്രഹിച്ചാണ് ഗീതുവിനെ കണ്ടെത്തിയതും അതുപോലെ ഗീതുവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവരുടെ വീട്ടിലാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലും പരിഹരിക്കാൻ നന്ദ മുന്നോട്ട് വന്നതാണല്ലോ. എന്നിട്ടും അതിനിടയ്ക്ക് ഇതുപോലൊരു ചതി നടന്നു എന്നറിയുമ്പോഴത്തേക്കും നന്ദ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നന്ദ പറയും, എൻ്റെ സൈഡിൽ സത്യം ഉള്ളതുകൊണ്ടാണ് ഈശ്വരൻ എൻ്റെ കൂടെ നിന്നതും ഈ സത്യങ്ങൾ മൊത്തം എന്നെ കാണിച്ചു തന്നതും എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും പറയുമ്പോഴേക്കും കിടന്ന് ചാടുന്ന ചിറ്റ പോലും ഒന്നും മിണ്ടാൻ കഴിയാതെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് നന്ദയുടെ മുന്നിൽ. അതുപോലെ ലക്ഷ്മിയും കിട്ടിയ അവസരത്തിൽ നല്ലത് പറയുന്നുണ്ട് ചിറ്റയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. നന്ദയുടെ ജീവിതമാണ് പിങ്കി കയ്യിലിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ലക്ഷ്മിയും നല്ലത് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് സങ്കടപ്പെടുന്ന നന്ദേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മി. ഇനി ഒരിക്കലും നന്ദേനെയും ഗൗതത്തിനെയും ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റില്ല പിങ്കിക്ക്. പിങ്കി പറഞ്ഞ പിങ്കി വലിയ ത്യാഗം ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ. അപ്പം ഇവരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ മുട്ടുകുത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നത് എന്നത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇനിയുള്ള ഭീഷണികളൊന്നും അവിടെ നടക്കില്ല. അതുപോലെ തന്നെ സജയൻ്റെ കാര്യവും. സജയന് വീണ്ടും പവിത്രയുടെ അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഓഫറുകൾ വയ്ക്കുന്നു. അന്നേരം എങ്ങനെയെങ്കിലും പവിത്രേനെ അവിടുന്ന് ചാടിച്ചുകൊണ്ട് വരിക എന്നൊരൊറ്റ ലക്ഷ്യത്തിലേക്ക് പവിത്രയുടെ അച്ഛനെത്തും. പക്ഷേ ഇത് ഗൗതം തിരിച്ചറിയുന്നു. സജയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. മിക്കവാറും ആ പ്രശ്നവും അവിടെ തന്നെ സോൾവായി പോകാനാണ് സാധ്യത. പിന്നീട് നമ്മുടെ അർജുൻ്റെ മുഖസാമ്യമുള്ള ആ ആളെയും കാണിക്കുന്നുണ്ട്. ഇതിലെന്താണ് സംഭവിച്ചത് എന്നറിയില്ല. എന്താണെങ്കിലും പിങ്കിക്ക് ഇതൊരു വലിയ അടിയാണ്. കാരണം എൻ്റെ അർജുൻ മരിച്ചുപോയേ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലമുറിയിട്ട് കരഞ്ഞതാണല്ലോ. ഇനി പട്ടാളത്തിൽ അവിടുന്ന് ഒളിച്ചോടിയ അർജുൻ മൊത്തത്തിൽ മാറി വേറെ ആളെയാണോ തിരിച്ച് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തതെന്നോ അവിടെ വെച്ച് മുഖസാമ്യം വെച്ച് ആൾ മാറിപ്പോയതാണെന്നോ നമുക്കറിയില്ല. ഏതായാലും ചന്ദ്രകാന്തത്തിൽ വലിയൊരു ട്വിസ്റ്റാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ വന്നതാണോ ഒറിജിനൽ അർജുൻ എന്നോ മരിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നോ ഒന്നും അറിയില്ല. എന്തായാലും പിങ്കിയുടെ അഹങ്കാരത്തിന് ഇത്തിരി അയവ് വരും. കാരണം ഇനി ഈ മുഖസാമ്യമായിട്ട് അവിടെ അയാൾ നിൽക്കുമ്പോൾ ഗൗതത്തിന് പുറകെ പോക്ക് നടക്കുകയല്ലോ. ഏതായാലും ഇനി വരുന്നത് ആകപ്പാടെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പറ്റുന്ന എപ്പിസോഡുകളായിരിക്കും എന്ന് തോന്നുന്നു. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം.